ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സബ് ബ്രദറിലൂടെ ദൈവം നൽകിയ കൃപകൾക്കെല്ലാം നമുക്ക് നന്ദി പറയാം. നമ്മുടെ അട്ടപ്പാടിയിലെ ശുശ്രൂഷയുടെ ആരംഭം തൊട്ട് കർത്താവ് ഈ അട്ടപ്പാടിയിൽ വെളിപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ്, ദൈവം ആരെയും വെറുക്കുന്നില്ല. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ദൈവം സൃഷ്ടിച്ച ഒന്നിനെയും ദൈവം വെറുക്കുന്നില്ല. വെറുത്തിരുന്നെങ്കിൽ അവിടുന്ന് സൃഷ്ടിക്കുമായിരുന്നില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ പരിധികളില്ലാത്ത കരുണയാണ് അട്ടപ്പാടിയിൽ അനുഭവിക്കുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ ജനം വരുമ്പോൾ, ദൈവത്തിൻ്റെ ജനം ഇവിടെ ഇങ്ങനെ വരുന്ന സമയത്ത് അവരെത്രയോ ചിന്തിക്കാൻ പറ്റാത്തത്ര പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും കണ്ണുനീരും വിഷമവുമായിട്ടാണ് ദൈവത്തിൻ്റെ ജനം വരുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു കുടുംബം അവരുടെ അനുഭവം പറഞ്ഞ് ഓർമ്മിക്കുകയാണ്. അവരൊരു ശുശ്രൂഷയ്ക്ക് വന്നു. ബിജോ ജേക്കബ്, ചെന്നൈയിൽ നിന്ന് ഒരു ബിജോ ജേക്കബ് എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ട് 17 വർഷമായി. അവർക്ക് മക്കളില്ല, മക്കളുണ്ടാകുകയില്ല. ഡോക്ടർമാർ അവസാനം പറഞ്ഞ് മക്കളുണ്ടാവില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവരാ വലിയ ഭാരവും വിഷമവും മനപ്രയാസവും സങ്കടമൊക്കെ ആയിട്ട് അട്ടപ്പാടിക്ക് വന്നു. അട്ടപ്പാടി സെഗ്യോൻ ധ്യാനകേന്ദ്രത്തിൽ ദൈവം ആരെയും എന്തെങ്കിലും കാരണങ്ങൾ എന്തൊക്കെ ഉണ്ടാകാം, 100,000 കാരണങ്ങളുണ്ടാകാം. പക്ഷെ ദൈവം ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്തു? കരം തുറന്നങ്ങ് അനുഗ്രഹിക്കുകയാണ്. അതേ ഒരൊറ്റ ബ്ലെസ്സിങ് അവരുടെ ശരീരത്തിൽ കറണ്ട് അടിക്കുന്ന ഒരു അനുഭവം ദൈവം കൊടുത്തു. പിറ്റേ മാസം ഗർഭിണിയായി ദൈവം ആ കുടുംബത്തിൽ കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിച്ചു. ആ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ബിജോ ജേക്കബ്, വൈഫിൻ്റെ പേര് സിബി വർഗീസ്. വി വർ മാരിഡ് ഫോർ 11 years and we never had a kid. We tried all the treatments that is possible. പിന്നെ സിബിൻ്റെ ഒരു ആൻറ്റി, one of my aunt told about Abhishek Agni, then we started listening Abhishek Agni. പിന്നെ ഒരു അച്ഛൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, വട്ടായിലച്ഛൻ്റെ അച്ഛൻ, ലൈക്ക് IVF is against our Catholic faith. IVF ചെയ്യുന്നത് കാത്തലിക് ഫെയ്ത്തിന് അഗൻസ്റ്റ് ആണെന്ന് അത് നമ്മൾ ഇവിടുന്ന് പ്രീച്ച് ചെയ്തു. ആ ഒരു വീഡിയോയും ഇവർ കണ്ടു. Then we stopped all the treatments. പിന്നെ ഞങ്ങൾ റിട്രീറ്റ് വന്നു, അഭിഷേക് റിട്രീറ്റ് വന്നു. പിന്നെ അവരെന്ത് ചെയ്തു? അപ്പോൾ എല്ലാ ട്രീറ്റ്മെൻറ്റ്, ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ് ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം നിർത്തിയിട്ട് അവരെന്ത് ചെയ്തു? ഒരു അഭിഷേകഗ്നി വാചന അട്ടപ്പാടിയിൽ ആദ്യ വെള്ളി ശുശ്രൂഷ കൺവെൻഷനുകൾ വന്ന് കൂടി. ഇവിടെ we got an opportunity to come and attend father's mass and father's blessings at the end. But Ailachan will bless everybody, and that was a life-changing experience for me. ആ സമയത്ത് അന്ന് ഇങ്ങനെ അച്ഛൻ ബ്ലെസ് ചെയ്യുന്നൊരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. ആ ബ്ലെസ്സിങ് ശുശ്രൂഷയിൽ ഇവർ പങ്കെടുത്തു. അച്ഛൻ കൈ വെച്ച് തലയിൽ പ്രാർത്ഥിച്ചു. ഇറ്റ് വാസ് ആസ് ഇഫ് ഇലക്ട്രിസിറ്റി ഫ്ലോഡ് ഇൻ മൈ ബോഡി. ഐ റിയലി ഫെൽറ്റ് ജീസസ് അറ്റ് ദാറ്റ് മൊമെൻറ്റ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു, യു വിൽ ബി ബ്ലെസ്ഡ് വിത്ത് എ കിഡ്. യു ജസ്റ്റ് ഹാവ് ടു ബി പേഷ്യൻറ്റ് ആൻഡ് പ്രേഫുൾ. And you should come here. After you are blessed with a kid, you should come here and testify. നിങ്ങൾക്ക് കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ നിങ്ങളെ കുട്ടിയുമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ റെഡിയാകണമെന്ന് പറഞ്ഞു. അവർ ഓക്കെ, അവർ ഹൃദയങ്ങളുടെ അപ്പം തന്നെ പറഞ്ഞു, ഞാൻ നിങ്ങൾ കുട്ടിയായിട്ട് വരുമെന്ന് പറഞ്ഞ് ആ കർത്താവിൻ്റെ സന്നിധി അങ്ങനെ പറഞ്ഞു. ആ ഒരു നേർച്ചയാണ് വരുമ്പോൾ പൂർത്തിയാക്കണത് അല്ലേ? ആ ബ്ലെസ്സിങ്ങിൻ്റെ സമയത്ത് തന്നെ ശരീരത്തിൽ ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുള്ളൊരു അനോയിൻറ്റിങ് കർത്താവ്, ഒരു ആത്മാവിൻ്റെ അനോയിൻറ്റിങ് കർത്താവ് കൊണ്ട് കൊടുത്തു. അപ്പം തന്നെ ഇവർക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി അല്ലേ? ഫീൽ ചെയ്യാൻ തുടങ്ങി ദൈവം ഇടപെടുന്നത് അല്ലേ? ഒരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആ സമയത്ത് കർത്താവ് അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ഈ ഒരു തടസ്സവും മാറി, മിറക്കളായി. ഒരു മിറക്കൾ ബോയ് കർത്താവ് കൊടുത്ത് അനുഗ്രഹിച്ച്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അതുകൊണ്ട് അവർ ചെന്നൈയിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് ഇന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. 2 കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. യേശുവേ നിന്റെ പുണ്യനാമമെന്നും ഞാൻ, യേശുവേ നിന്റെ പുണ്യനാമമെന്നും ഞാൻ പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും. യേശുവേ നിന്റെ പുണ്യനാമമെന്നും ഞാൻ, യേശുവേ നിന്റെ പുണ്യനാമമെന്നും ഞാൻ പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവർ ചെന്നൈയിൽ നിന്ന് അട്ടപ്പാടിയിൽ കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ച വന്ന് പറഞ്ഞ ഒരു അനുഭവമാണ്.
ഇത് ഈ കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ച. നിങ്ങൾക്ക് ഹോളി സ്പിരിറ്റ് ഈവനിങ് ശുശ്രൂഷയിൽ ഇതുപോലെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് വലിയ മിറക്കിൾ ചെയ്യും, അത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ സാക്ഷ്യപ്പെടുത്താനുള്ള ഒരു ഫസ്റ്റ് ഫ്രൈഡേ വരണം. ഫസ്റ്റ് ഫ്രൈഡേ അട്ടപ്പാടിയിൽ വന്ന് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താം. എല്ലാ ആദ്യ വെള്ളിയാഴ്ച അച്ഛനോട് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ സാക്ഷ്യപ്പെടുത്താം. ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നത് നല്ലതാണ്. അനേകരുടെ ജീവിതങ്ങളിലേക്ക് ഇതൊരു കൃപയായി അനുഗ്രഹമായി മാറും. അപ്പോൾ അത് വെറുതെ ഇത് ചെന്നൈയിൽ നിന്ന് അവർ 17 വർഷമല്ല 11 വർഷം അല്ലേ, 11 വർഷം എന്നല്ലേ പറഞ്ഞേ, 11 വർഷം എൻ്റെ പ്രിയപ്പെട്ട വെറുതെ വന്ന് ഒന്ന് പ്രാർത്ഥിച്ചു തരുന്നു പോയുള്ളൂ. അനുഗ്രഹം. ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം കർത്താവ് ഇന്നിങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരികയായിരുന്നു. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഒരുമിച്ചൊന്ന് വായിച്ചേ, എല്ലാവരും ചേർന്ന് വായിച്ചേ. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അട്ടപ്പാടിയിലെ ശുശ്രൂഷ തുടങ്ങുന്ന ആദ്യ കാലഘട്ടത്തിൽ ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്. 1-ാം പ്രമാണ ലംഘനത്തെക്കുറിച്ച് നിങ്ങൾ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. നിങ്ങൾ എവിടെ കടന്ന് തലകുത്തി മറിഞ്ഞ് വലിയ അഭ്യാസങ്ങളൊന്നും കാണിക്കണ്ട. ഇവിടെ കർത്താവ് രാജാവായി പ്രവർത്തിക്കും. പക്ഷേ ഒരു നിബന്ധന, ഇവിടെ അന്യദൈവ ആരാധനയോട് ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള അഴുക്കും ഇവിടെ പാടില്ല. അങ്ങനത്തെ യാതൊരു അശുദ്ധി ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ഈ കോമ്പൗണ്ട് മുഴുവനും കർത്താവിന് പ്രതിഷ്ഠിതമാണ്. അതുകൊണ്ട് ഈ കോമ്പൗണ്ടിൽ അന്യദൈവ ആരാധനയോട് ബന്ധപ്പെട്ട 1-ാം പ്രമാണ ലംഘനത്തോട് ബന്ധപ്പെട്ട ഒന്നും ഉണ്ടാകാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് തൊട്ട് അച്ഛനും അച്ഛൻ്റെ കൂടെയുള്ള സഹശുശ്രൂഷകരും അട്ടപ്പാടി സിയോൻ ധ്യാന കേന്ദ്രത്തിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. അതിനോട് ബന്ധപ്പെട്ട യാതൊരു ആചാരങ്ങളും ഇതിനുള്ളിലേക്ക് കയറില്ല. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് അട്ടപ്പാടിയിലെ ശുശ്രൂഷ കർത്താവ് അടുത്ത് നിന്ന് അനുഗ്രഹിക്കുകയാണ്. ഇനി അട്ടപ്പാടി ഇവിടെ വരാൻ പറ്റാത്തവർക്ക് വെറുതെ രോഗികളുടെ നാഥൻ ഈശോ പറഞ്ഞു, ഇവിടെ വരാൻ പറ്റാത്തവരുണ്ട്, അവർക്ക് ഹോളി സ്പിരിറ്റ് ഈവനിങ് ശുശ്രൂഷ കൊടുക്കുന്നത് പോലെ അവർക്ക് എന്തെങ്കിലും ചെറിയ പുസ്തകമൊക്കെ എഴുതി കൊടുത്താൽ മതി. അവർ രോഗികളുടെ നാഥൻ എന്ന് പറഞ്ഞ പുസ്തകം, ബൈബിളിൽ കുറച്ച് വചനങ്ങൾ എഴുതി കൊടുക്കാൻ പറഞ്ഞു. കർത്താവ് പറഞ്ഞ പോലെ വേറെ ഒന്നും ചെയ്തിട്ടില്ല, ആ വചനങ്ങൾ മാത്രം എഴുതി അതങ്ങോട്ട് പക്ഷേ അത് രോഗികളുടെ നാഥൻ എന്നൊരു പുസ്തകം. അതുപോലെ യേശു നാമത്തിൻ്റെ ശക്തി എന്നൊരു പുസ്തകം. ലക്ഷോപലക്ഷം അത്ഭുതങ്ങളാണ് അതിലൂടെ കർത്താവ് ചെയ്തത്. കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ച വന്ന അട്ടപ്പാടി വന്ന് സാക്ഷ്യം പറഞ്ഞൊരു കുടുംബം, സാന്ദ്ര, ആ കുട്ടി പറയുകയാണ് അവരുടെ കുടുംബത്തിൽ കർത്താവ് ചെയ്തൊരു വലിയ മിറക്കിൾ. അത് നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. എൻ്റെ പേര് സാന്ദ്ര, ചെമ്പനോട് ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് 2020 ഒരു ഫെബ്രുവരി മാസം ഞങ്ങൾ ആസാമിലായിരുന്നു. ആ സമയത്ത് ഒരു കഠിനമായ വയറുവേദനയായിരുന്നു. ആ ലോക്ക്ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു 3 സിസ്റ്റുകളാണുള്ളത്, വലിയത്, അത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. മരുന്ന് തന്നു വിട്ടു. പക്ഷേ വേദന സഹിക്കാൻ പറ്റുന്നില്ല. 9 ഗുളികകളോളം ഞാൻ ഒരു ദിവസം കഴിക്കുന്നുണ്ട്, ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്, ഒരു തരത്തിലും വേദന കുറയുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു CT ചെയ്യണമെന്ന്. CT ചെയ്തു. CTയിലും വലിയ മുഴകളാണ്, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, അത് ട്വിസ്റ്റ് ആകുന്നുണ്ടെന്ന് പറഞ്ഞു, പൊട്ടുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ അവർ പറഞ്ഞു MRI ചെയ്യണം. അപ്പോൾ 2-3 ദിവസം കൂടെ എടുക്കേണ്ടി വരും ഇതിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ആൻറ്റി പറഞ്ഞു, നീ യേശുനാമത്തിൻ്റെ ശക്തിയും രോഗികളുടെ നാഥൻ എന്നുള്ള പുസ്തകം വയറിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ രോഗികളുടെ നാഥൻ എന്നുള്ളൊരു പുസ്തകം ഞാൻ ആ വിശ്വാസത്തോടു കൂടി വചനം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. ഒരു മണിക്കൂറേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് അഭിഷേകത്തിനെയൊക്കെ കൂടുന്നതാണ്. പക്ഷേ ആ വേദനയുടെ സമയത്ത് എനിക്ക് ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. കരയുക മാത്രമേ ചെയ്യുന്നുള്ളൂ, അല്ലാതെ ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റുന്നില്ല. അങ്ങനെ ഒരു 2 മണിയായപ്പോൾ ഞാൻ ഈ ബുക്ക് എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3 മണിയായപ്പോൾ എനിക്ക് എന്താണെന്നറിയത്തില്ല, പെട്ടെന്ന് ആ ഒരാഴ്ചയുള്ള എൻ്റെ അനുഭവം അല്ല, പെട്ടെന്ന് എൻ്റെ രോഗം സൗഖ്യമായി. അത് കഴിഞ്ഞ് 2 ദിവസം കൂടെ കഴിയുമ്പോഴായിരുന്നു എനിക്ക് MRI ചെയ്യേണ്ടത്. MRI ചെയ്യാൻ വേണ്ടി ഞാനും ഹസ്ബൻഡും കൂടെ ഹോസ്പിറ്റലിൽ പോയി. MRI ചെയ്ത് നോക്കുമ്പോൾ അതിൽ സിസ്റ്റ് കാണുന്നില്ല. അപ്പോൾ സിസ്റ്റ് കാണുന്നില്ല. അപ്പോൾ ഡോക്ടർക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നി, ഈ അൾട്രാസൗണ്ടും CTയും ചെയ്തവർ വേറെയാണല്ലോ, അവർ ചെയ്തതിൻ്റെ കുഴപ്പമായിരിക്കുമെന്ന്.
അവർ വീണ്ടും ഞങ്ങളെ തിരിച്ചു വിട്ടിട്ട് പറഞ്ഞു അൾട്രാസൗണ്ട് ചെയ്ത ഡോക്ടറെ കൊണ്ട് ഒന്നുകൂടെ അൾട്രാസൗണ്ട് ചെയ്യിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ ആ ഡോക്ടർ തന്നെ വീണ്ടും അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ അൾട്രാസൗണ്ടിലും സിസ്റ്റ് കാണുന്നില്ല. പിന്നെ അവർക്ക് എന്താ പറ്റിയെന്ന് മനസ്സിലായില്ല. അന്ന് പിന്നെ എനിക്ക് ഇതുവരെ വയറുവേദന ഉണ്ടായിട്ടില്ല. എൻ്റെ ഈശോ എനിക്ക് സൗഖ്യം തന്നു. ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവപിതാവിൻ്റെ ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപ, വിശ്വാസത്തിൻ്റെ കൃപ കിട്ടിയപ്പം രോഗികളുടെ നാഥൻ എന്ന പുസ്തകം അവിടെ വെച്ച് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് ഒരു തോന്നൽ കൊടുത്തു. അപ്പം തന്നെ പുസ്തകം വെച്ച് പരിശുദ്ധാത്മാവിൻ്റെ വിശ്വാസ ചൈതന്യത്തോടെ പിതാവിൻ്റെ സന്നിധി പ്രാർത്ഥിച്ചു. ഓളോണ് സഡൻ മറക്കൾ സംഭവിക്കുകയാണ്. ഡോക്ടർമാർ ഇവിടെ ഉറപ്പായിട്ടും ഇത് ഓപ്പറേഷൻ ചെയ്തേ പറ്റുള്ളൂ. ഇവർ നേഴ്സാണ്, ഹസ്ബൻഡ് നേഴ്സാണ്, ഇവർ ആർമി നേഴ്സാണ്. ആസാമിലെ ആർമിയിലാണ് ഇവർ ആർമി നേഴ്സാണോ? നേഴ്സാണ്. ഹസ്ബൻഡ് ആർമിയിൽ നേഴ്സ്, ഇദ്ദേഹം നേഴ്സ്. ഓക്കെ. ആ സമയത്താണ് ഇങ്ങനെ ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ ഇവർ അഭിഷേകാഗ്നി മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ബന്ധമുള്ളവരാണ്. അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിക്കുന്നവരാണ്. അങ്ങനെയാണ് ഈ യേശുനാമത്തിൻ്റെ ശക്തിയുടെ പുസ്തകം രോഗികളുടെ നാഥനും വയറ്റുന്ന വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒറ്റ മണിക്കൂറിനുള്ളിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുകയാണ്. ഒറ്റ മണിക്കൂറാണ് പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഒറ്റ മണിക്കൂർ. 2 മണിക്കാണ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. 3 മണി ആയപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു ശക്തി, ആ വേദനയൊന്നും ഇല്ലാതെ എനിക്ക് പെട്ടെന്ന് വാഷ്റൂം പോകാനും എന്തോ ഒരു ഉണർവ് എനിക്ക് തന്നു. ആ ഒരാഴ്ച 1.5 ആഴ്ച കിടന്ന് ഞാനല്ല, പെട്ടെന്ന് ഒരു അത്ഭുതം നടക്കുകയാണ്. ഇങ്ങനെ ടെസ്റ്റുകളെല്ലാം നടത്തി ഡോക്ടർമാർക്ക് ഇത് മനസ്സിലാവുന്നില്ല, ഇങ്ങനെ സംഭവം കാണാനില്ല. ആ സമയത്ത് വീണ്ടും പഴയ ചെയ്ത ഡോക്ടറെ കൊണ്ട് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യിപ്പിച്ച് എടുത്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു സിസ്റ്റോ മുഴയോ ഒന്നും കാണാനില്ല. അപ്പോൾ ഡോക്ടർമാരെല്ലാവരും വട്ടം കൂടി എന്ന് പറഞ്ഞത് നമ്മുടെ മെഡിക്കൽ സയൻസ് പോലും തറ പറ്റിപ്പോയി. ഇതെന്ത് സംഭവിച്ചത്? വലിയ മിറാക്കിൾ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ഇതുപോലെ കർത്താവ് പ്രവർത്തിക്കും, അടുത്ത് നിന്ന് പ്രവർത്തിക്കും. നിയമാവർത്തനം 4:7 എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. അക്ഷരം പ്രതി സംഭവിക്കും. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണ് ഉള്ളത്? ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഈ ജനത എപ്പോഴും കർത്താവിനോടടുത്തും കർത്താവ് ഈ ജനതയുടെ അടുത്തും ഉണ്ടാകാൻ എന്തു ചെയ്യണമെന്ന് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ശ്രേഷ്ഠ ജനതയായി നിലനിൽക്കണമെങ്കിൽ നിയമാവർത്തന പുസ്തകം 12-ാമത്തെ അധ്യായം അതിൽ 25ഉം 26ഉം തിരുലിഖിതങ്ങൾ. നിയമാവർത്തന പുസ്തകം 12-ാം അധ്യായം 25ഉം 26ഉം തിരുലിഖിതം. അങ്ങനെ കർത്തൃസന്നിധിയിൽ ശരിയായത് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകും. ദൈവത്തിന് സമർപ്പിച്ച് വിശുദ്ധമാക്കിയ വസ്തുക്കളും നേർച്ചകളും മാത്രം അവിടുന്ന് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകണം. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേ. ദൈവത്തിന് സമർപ്പിച്ച ആ ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദൈവത്തിന് സമർപ്പിച്ച വിശുദ്ധമാക്കിയ വസ്തുക്കളും നേർച്ചകളും മാത്രം അവിടുന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ പവിത്രമായ ഭവനത്തിൽ പ്രാർത്ഥനാ മുറി, നമ്മുടെ ഭവനം വെഞ്ചരിച്ച സ്ഥലം, നമ്മുടെ ഇടവക ദേവാലയം, അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇങ്ങനെയുള്ള അന്യദൈവങ്ങളൊന്നും കൊണ്ടുവരാൻ പാടില്ല. ഇത് ഓണക്കളിയോ എന്ത് തന്നെ ആയിക്കോട്ടെ, എന്തിൻ്റെ പേരിലാണെങ്കിലും ഇതൊന്നും പള്ളിയുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. ഇത് നമ്മുടെ ഭവനത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രാർത്ഥിച്ച് വെഞ്ചരിച്ച് വേർതിരിച്ച് വിശുദ്ധമാക്കിയ സ്ഥലത്തേക്ക് അത് കൊണ്ടുവരാൻ പാടില്ല. നിങ്ങളുടെ വായിച്ചു നോക്കിക്കേ, എന്താ പറഞ്ഞത്? ദൈവത്തിന് സമർപ്പിച്ച് വിശുദ്ധമാക്കിയ വസ്തുക്കളും നേർച്ചകളും മാത്രം അവിടുന്ന് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകണം. സിയോൻ ധ്യാന കേന്ദ്രത്തിൽ കർത്താവ് അത് പറഞ്ഞു, അച്ചട്ടാട്ട് അതുപോലെ ചെയ്തു. അതുകൊണ്ട് ഇന്ന് വരെ കർത്താവ് പറഞ്ഞ അതുപോലെ ചെയ്തതുകൊണ്ട് അത്രയും കർത്താവിൻ്റെ സ്നേഹം അവിടെ അനുഭവിക്കാൻ അച്ഛനും സഹശുശ്രൂഷകർക്കും കർത്താവ് അനുഭവം നൽകിയിട്ടുണ്ട്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. 28-ാമത്തെ വാക്യത്തിൽ എന്താ പറയേണ്ടത്? 12:28 ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങൾ എല്ലാം ശ്രദ്ധാപൂർവം നിങ്ങൾ കേൾക്കണം.
അതൊക്കെ ഭാഗികമായി ചെയ്യാമെന്ന് വിചാരിച്ചാൽ പോരാ. കുറേയൊക്കെ ചെയ്യുന്നുണ്ട്, കുറച്ചൊക്കെ എന്താ പറയുന്നത് ഓണത്തപ്പനെ വെക്കും എന്നൊക്കെ പറഞ്ഞാൽ പോരാ. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കുറച്ച് നിങ്ങളുടെ ഇഷ്ടം, കുറച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ഇത് എന്താ ഈ 2 വണ്ടത്തിൽ കാല് വെക്കണത്? നിങ്ങൾ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നന്മയും ശരിയും എന്ന് പറഞ്ഞ ദൈവവചനം അനുസരിച്ച് നന്മയും ശരിയും മാത്രം പ്രവർത്തിക്കുമെങ്കിൽ നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സന്തതികൾക്കും എന്നേക്കും നന്മയുണ്ടാവും. നിയമാവർത്തനം 4:7 യാഥാർത്ഥ്യമാകണോ? യാഥാർത്ഥ്യമാകണമെങ്കിൽ നിയമാവർത്തനം 4:7 എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? അത് എനിക്ക് ശേഷം എൻ്റെ മക്കൾക്കും കുടുംബങ്ങൾക്കും എല്ലാം അന്വർത്ഥമാകണമെങ്കിൽ ഈ 28-ാമത്തെ വാക്യം നിയമാവർത്തനം 12:28 പ്രധാനപ്പെട്ടതാണ്. എന്ത് ചെയ്യണം? ദൈവം നമ്മളോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ദൈവം നമ്മളോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ നല്ല ശ്രദ്ധ കൊടുക്കണം. നമുക്കിഷ്ടമുള്ള ആചാരങ്ങളെല്ലാം കൂടെ അനുകരിക്കുക. അപ്പം പറയണത് എങ്ങനെയാണ്? അത് ഒരു കളി മാത്രമാണ്, അതൊരു വിരുന്ന് മാത്രമാണ്, ഞങ്ങൾ ആരാധിക്കുന്നൊന്നുമില്ല, ഞങ്ങളൊന്നും ആരാധിക്കാൻ പോകുന്നില്ല, ഞങ്ങൾ ആരാധിക്കുന്നില്ല, ഞങ്ങളൊരു കളി കളിക്കുന്നുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, കളി കളിക്കുന്നതോ ഭക്ഷണം കഴിക്കുന്നതോ അല്ല നമ്മുടെ വിഷയം. അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആചാരങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം. ലേവ്യരുടെ പുസ്തകം 5:17 എന്താ പഠിപ്പിക്കുന്നത്? ലേവ്യർ 5:17 പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലും ഒന്ന് പ്രവർത്തിച്ച് പാപം ചെയ്യുന്നവൻ അത് പഠിക്കാതെയാണ്, അത് അറിഞ്ഞിട്ടില്ല, അതിൻ്റെ ഹിസ്റ്ററി അറിയാൻ പാടില്ലായിരുന്നു, അത് അറിയാതെയാണ് അതൊക്കെ ഞങ്ങൾ ചാടി മറിഞ്ഞത് എന്നൊക്കെ പറഞ്ഞാലും അറിയാതെയാണ് അത് ചെയ്തതെങ്കിൽ തന്നെയും കുറ്റക്കാരനാണ്. അവൻ തൻ്റെ തെറ്റിൻ്റെ ഉത്തരവാദിയായിരിക്കും. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിലേക്ക് വരാം. പുറപ്പാട് 23-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യം. പുറപ്പാട് 23-24 കർത്താവിൻ്റെ വചനം വ്യക്തമായി നൽകുന്ന നിർദ്ദേശമാണ്. നമ്മൾ ശ്രദ്ധാപൂർവ്വം ശ്രവിക്കണം, അത് സൂക്ഷ്മതയിൽ അനുസരിക്കണം. നീ അവരുടെ ദേവന്മാരെ കുമ്പിടുകയോ ആരാധിക്കുകയോ ചെയ്യരുത്. അപ്പോൾ ആരാധിക്കുന്നില്ല, അതാണ് ഒരുപാട് വിശ്വാസികൾ പറയണത്. ഞങ്ങൾ ആരാധിക്കുന്നില്ല, ഞങ്ങളതിന് പകരം മണ്ണും കൊണ്ടും കളിമണ്ണുണ്ടാക്കിയ ചില ഓണത്തപ്പനെയൊക്കെ കൊണ്ടുവന്ന് വെക്കണേ ഉള്ളൂ, ആരാധിക്കുന്നൊന്നുമില്ല. അങ്ങനെ ചില ആചാരങ്ങളൊക്കെ നമ്മൾ അടുത്ത വാക്യം എന്താ പറയണത്? ആരാധിക്കാതിരുന്നാൽ മാത്രം പോരാ, വേറെ ഒരു കാര്യം കൊണ്ട് കർത്താവ് നിരോധിച്ചിട്ടുണ്ട്. എന്താണ് ചെയ്യുന്നത്? നീ ഇമിറ്റേറ്റ് ചെയ്യരുത് അവരുടെ ആചാരങ്ങൾ. അങ്ങനെ പലതും ആ ഒരു ദേശത്ത് പല കാര്യങ്ങളുണ്ടാവും. ആ ആചാരങ്ങളുടെ പുറകിൽ അതിൻ്റേതായ ഒരു റിലീജിയസ് ഹിസ്റ്ററി ഉണ്ടായിരിക്കും. അത് നീ പഠിക്കണം, നീ അന്വേഷിക്കണം. എന്നിട്ട് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അതിനെ അനുവദിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. ആ ആചാരങ്ങൾ നീ അനുകരിക്കരുത്. അനുകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അനുകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇമിറ്റേറ്റ് ചെയ്യുക അല്ലേ? അതുപോലെ ഇവിടെ കൊടുന്ന് പള്ളിയിൽ ഇതൊക്കെ ചെയ്യുക. നീ ഇമിറ്റേറ്റ് ചെയ്യരുത്. പള്ളിയിൽ കൊടുന്നിട്ട് നീ അത് ഇമിറ്റേറ്റ് ചെയ്യരുത്. കർത്താവ് വ്യക്തമായിട്ട് വിലക്കിയിട്ടുള്ളതാണ്, നീ അത് ഇമിറ്റേറ്റ് ചെയ്യരുത്. നിൻ്റെ ദൈവമായ കർത്താവിന് സമർപ്പിതമായ ദേവാലയത്തിൽ നീ അത് ഇമിറ്റേറ്റ് ചെയ്യരുത്. പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായത്തിൽ 12-ാമത്തെ തിരുലിഖിതം. പുറപ്പാട് 23:13. പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 13-ാം വാക്യം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളിലെല്ലാം നിങ്ങൾ നല്ല ശ്രദ്ധ വെക്കണം. അന്യദേവന്മാരുടെ നാമം നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കാൻ പോലും ഇടവരരുത്. തമാശായിട്ട് പോലും ആ നാമം നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത്രയും കർത്താവ് അതിനെ ഗൗരവത്തിൽ കാണുകയാണ്. ഇത് തമാശക്കെടെന്ന് പറയുക, ഒരു മൂളിപ്പാട്ട് പാടുക, നോ നോ, ഇത് നിനക്ക് നിരോധിച്ചിരിക്കുന്നു.
ദൈവത്തിൻ്റെ വചനം വളരെ പ്രാധാന്യം കൊടുത്ത് നമുക്ക് നൽകിയിരിക്കുന്ന ഉത്ബോധനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഉത്ബോധനമാണത്. അങ്ങനെ നമ്മൾ അത് സാരമൊന്നുമില്ല, ഞാൻ ക്രിസ്ത്യാനി, എനിക്ക് എന്തും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇളകി വശായി എന്ന് വിചാരിക്കുക. എന്താ സംഭവിക്കാൻ പോണത്? ദൈവത്തിൻ്റെ വചനം ഒരു കാര്യം വളരെ വ്യക്തമായി വാഗ്ദാനം ചെയ്യാൻ വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾക്കും അതിനുശേഷം നിങ്ങളുടെ സന്തതികൾക്കും വേണ്ടി കാനാൻ നാട് പോലെ നൽകിയിട്ടുള്ള ആ ദേശത്ത്, നിങ്ങളുടെ പൂർവികർ വസിച്ചിരുന്ന ദേശത്ത് നിന്ന് ഞാൻ നിങ്ങളെ ചിതറിച്ചു കളയും എന്ന് പറഞ്ഞാൽ, ഒരു മൺകലത്തേൽ ഇരുമ്പെടുത്ത് അടിച്ചാൽ ഉടഞ്ഞു പോകുന്നത് പോലെ നിങ്ങളുടെ മക്കൾ നാനാഭാഗത്തേക്ക് ചിതറിപ്പോകുന്ന പറഞ്ഞത്. നിയമാവർത്തന പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 26-ഉം 27-ഉം തിരുലിഖിതങ്ങൾ. നിയമാവർത്തനം 4-ാം അധ്യായം 26-ഉം 27-ഉം തിരുലിഖിതം. അതിൽ 27-ാമത്തെ ഒന്ന് വായിച്ചു നോക്കിക്കേ. 27-ാമത്തെ ലാസ്റ്റ് ഭാഗം, കർത്താവ് നിങ്ങളെ ജനതകളുടെ ഇടയിൽ ചിതറിക്കും, നിങ്ങളിൽ ചുരുക്കം പേർ മാത്രം അവശേഷിക്കും. കേരളം ഒരു വൃദ്ധസാധനമായി പോയി, കേരളത്തിൽ ആരുമില്ല എന്ന് പറഞ്ഞ് നെഞ്ചത്തളിച്ച് നിലവിളിക്കുന്നതിന് മുമ്പ് ആലോചിച്ച് നോക്കണം, നെഞ്ചത്ത് കൈവച്ച് ആലോചിച്ച് നോക്കണം എന്തൊക്കെയാണ് നമ്മൾ കാട്ടിക്കൂട്ടിയത് ഇവിടെ കുറച്ച് കാലങ്ങളായിട്ട്. ഞാനിന്ന് ആകാശത്തെയും ഭൂമിയെയും നിങ്ങൾക്കെതിരെ സാക്ഷികളാക്കി പറയുന്നു, ജോർദാൻ കടന്ന് നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്ന് നിങ്ങൾ അറ്റുപോകും, അവിടെ നിങ്ങൾ ദീർഘകാലം വസിക്കുകയില്ല. കർത്താവ് നിങ്ങളെ ജനതകളുടെ ഇടയിൽ രാജ്യങ്ങളിലേക്ക്, നാനാ രാജ്യങ്ങളിലേക്ക്, ജനതകളുടെ ഇടയിലേക്ക് ചിതറിക്കും, നിങ്ങളിൽ ചുരുക്കം പേർ മാത്രം അവിടെ ഉണ്ടാവും. ഈ വചനങ്ങളെല്ലാം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിൽ 16 വാക്യങ്ങളിലാണ് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെയാണ് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. കർത്താവ് പറയുകയാണ്, നിങ്ങളോട് നിങ്ങളുടെ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് പോലെ തന്നെ, വാഗ്ദാനങ്ങൾ നിറവേറ്റിയതുപോലെ തന്നെ ഭീഷണികളും നിറവേറ്റും. 15-16 വാക്യങ്ങൾ. യോശുവയുടെ പുസ്തകം 15-16 വാക്യങ്ങൾ. 23-ാമത്തെ അധ്യായം 15-16 വാക്യങ്ങൾ. കർത്താവ് പറയാണ്, നിങ്ങളുടെ ദൈവമായ കർത്താവ് വാഗ്ദാനങ്ങൾ നിറവേറ്റിയതുപോലെ തന്നെ ഭീഷണിയും നിറവേറ്റും. ഇരുമ്പ് വടി കൊണ്ട് മൺകലത്തെ അടച്ചാൽ ചെതറുന്നത് പോലെ ജനതകളുടെ ഇടയിലേക്ക് നിങ്ങളെ ചെതറിക്കുമെന്ന് പറഞ്ഞാൽ ചെതറിച്ചിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 15-ാമത്തെ വാക്യം മാത്രം ശ്രദ്ധിച്ചു നോക്കിയ. 15 ജോഷുവ 23:15. നിങ്ങളുടെ ദൈവമായ കർത്താവ് വാഗ്ദാനങ്ങൾ നിറവേറ്റിയതുപോലെ തൻ്റെ ഭീഷണിയും നിറവേറ്റും. നമ്മൾ എന്തിനാണ് നമ്മളിതെല്ലാം ചെയ്തു കൂട്ടേണ്ടത്? ചെയ്തു കൂട്ടുമ്പോൾ നമ്മുടെ ഉദ്ദേശം ഏതാണ്? നമുക്കെല്ലാവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ്, നമ്മളെല്ലാവരുമായിട്ട് സ്നേഹം, നമ്മളെല്ലാവരുമായിട്ട് ഐക്യം, ഇതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ 2000 വർഷം ഇതെല്ലാം ചെയ്ത് കൂട്ടിയിട്ട്, പ്രത്യേകിച്ച് ഈ അടുത്ത 10-15 വർഷങ്ങളിൽ 10-20 വർഷമായിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഐക്യവും സ്നേഹവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് റിസൾട്ട് എന്താണ്? വിദൂര കോണുകളിൽ ഇന്ത്യയുടെ ഏതെങ്കിലും വിദൂര കോണുകൾ ചെന്നാൽ പോലും ക്രിസ്ത്യൻ എന്നൊരു പേര് കേൾക്കുമ്പോഴത്തേക്കും കഠിനമായ വെറുപ്പ്. ആരുടെ പ്രീതിക്ക് വേണ്ടി ഇതെല്ലാം നമ്മൾ കാട്ടിക്കൂട്ടിയോ അവരുടെ ഹൃദയങ്ങളിൽ കഠിന വെറുപ്പ്. അതൊരു വചനത്തിൻ്റെ പൂർത്തീകരണമാണ് അതിൻ്റെ സഹോദരങ്ങളെ. ജോഷുവയുടെ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൽ 13-ാമത്തെ തിരുലിഖിതം. ജോഷുവ 23:13 പൂർത്തീകരണമാണത്. എന്താണത്? അവിടെ ഇങ്ങനെയാണ് പറയണത്, നിങ്ങളുടെ ഇടയിൽ അവശേഷിക്കുന്ന ഈ ജനതകളുമായി ഇടപഴകുകയോ
അവരുടെ സ്ത്രീകൾ വിവാഹം ചെയ്യും, സ്ത്രീകളെ അവർക്ക് വിവാഹം ചെയ്ത് കൊടുക്കരുത്. തുടർന്ന് താഴ്ത്തിക്ക് വന്നേ. നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ജനങ്ങളെ നിങ്ങളുടെ ഇടയിൽ നിന്ന് മേൽ നിർമ്മാർജ്ജനം ചെയ്ത് അറിഞ്ഞുകൊള്ളുവിൻ. അതിനുശേഷം താഴ്ത്തിക്കുക. അടുത്ത് തുടർന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ്, അവിടെ നിന്ന് അണ്ടർലൈൻ ചെയ്തേ, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വിശിഷ്ട ദേശത്ത് നിന്ന് നിങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നത് വരെ, അതായത് നിങ്ങളുടെ അവസാനത്തതും അറ്റുപോകുന്നത് വരെ, നിങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നത് വരെ അവർ നിങ്ങൾക്ക് കെണിയും. ആരുടെ സംപ്രീതിക്ക് വേണ്ടി, ആരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, ആരുമായിട്ട് ഐക്യവും സ്നേഹവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇതെല്ലാം കാട്ടിക്കൂട്ടിയോ, അവർ നിങ്ങൾക്ക് കെണി, കാലിന് കെണി, കുടുക്ക്, കഴുത്തിന് കുടുക്ക്, മുതുകിന് ചാട്ട, കണ്ണിന് മുള്ള്, പോരെ? കണ്ണിന് മുള്ളും കാലിന് കെണിയും മുതുകിന് ചാട്ടയും കഴുത്തിന് കുടുക്കുമായിട്ട് മാറും. നമ്മുടെ പ്രാർത്ഥനയ്ക്കൊന്നും കുറവുണ്ടാവില്ല. പക്ഷേ ദൈവം നമുക്ക് വേണ്ടി പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കാതെ, ദൈവം നമ്മളോട് പറഞ്ഞ കൽപ്പനകൾ അനുസരിച്ചാൽ നമ്മൾ വെറുതെ എൻ്റെ പിതാവേ എന്ന് വിളിച്ചാൽ മതി, ദൈവം നമ്മുടെ അടുത്തെത്തി. ദൈവം നമുക്ക് ഇത്ര അടുത്തുള്ള ഏത് ശ്രേഷ്ഠ ജനതയാണ്. ദൈവം പറഞ്ഞു, എൻ്റെ ദൈവമേ 11 വർഷം മക്കളില്ല, വെറുതെ ഒന്ന് തൊട്ടാൽ മതി. ആ 11 വർഷം മെഡിക്കൽ സയൻസ് മുഴുവനും പരിശ്രമിച്ച് നടക്കാത്ത ഒരൊറ്റ സെക്കൻഡിൽ ദൈവം അവർക്ക് ചെയ്തു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ആ സഹോദരി 3 ഗ്രോത്ത്, 3 ട്യൂമർ, അത് സ്കാനിങ് മെഷീൻ എല്ലാം റിപ്പോർട്ട് ചെയ്തത് ഒരൊറ്റ മണിക്കൂർ. ദൈവമേ എന്ന് പറഞ്ഞൊരു പുസ്തകം, യേശുവിൻ്റെ നാമം എഴുതിയൊരു പുസ്തകം വെറുതെ ഇങ്ങനെ വെച്ചേ ഉള്ളൂ. പിന്നെ നോക്കുമ്പോൾ കാണുന്നില്ല. അതിനോട് ബന്ധപ്പെട്ട സർവരും അതിനോട് സ്കാനിങ് നടത്തി, ടെസ്റ്റ് നടത്തി, എല്ലാം നോക്കി അത് പരിപൂർണമായി അപ്രത്യക്ഷമായതാണ് മെഡിക്കൽ സയൻസ് റിപ്പോർട്ട് പ്രകാരം അവർ കണ്ടെത്തിയത്. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ ദൈവമായ കർത്താവ് ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? അതിന് കർത്താവ് നമ്മളോട് പറഞ്ഞെങ്ങനെയാണ്, നിങ്ങൾക്കും നിങ്ങളുടെ ശേഷം നിങ്ങളുടെ മക്കൾക്കും നിത്യമായും നന്മയുണ്ടാകാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുഷ്ഠിക്കണം. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ദൈവം പറഞ്ഞത് അട്ടപ്പാടിയിൽ അനുഷ്ഠിച്ചപ്പോൾ അതിൻ്റെ ഒരു നനവ്, അതിൻ്റെ ഒരു ബ്ലെസ്സിങ് ഇത്രയും കാലം അച്ഛനെ കണ്ട് അതിൻ്റെ അനുഭവത്തിൽ നിന്നാണ് അച്ഛനെന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിയമാവർത്തന പുസ്തകം 23-ാമത്തെ അധ്യായം, നിയമാവർത്തന പുസ്തകം 12-ാമത്തെ അധ്യായം, നിയമാവർത്തനം 12-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ തിരുലിഖിതം, നിയമാവർത്തനം 12:4. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിൽ, നിങ്ങളുടെ ദൈവമായ കർത്താവിന് പ്രാർത്ഥനകളും സ്തുതികളും അർപ്പിക്കുന്ന ആലയത്തിൽ ഇങ്ങനെയുള്ള ആചാരങ്ങൾ കൊണ്ടുവന്ന് അത് അനുകരിച്ച് അതുപോലെ ഉള്ള ചില കാര്യങ്ങൾ അവിടെ അനുഷ്ഠിക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്ന ആലയങ്ങളിലും കോമ്പൗണ്ടുകളും നിങ്ങൾ പവിത്രമായി കാത്തു സൂക്ഷിക്കണം. അത് കർത്താവിന് പ്രതിഷ്ഠിതമാണ്. വീടുകളും നിങ്ങളുടെ ശരീരങ്ങളും കാത്തു സൂക്ഷിക്കണം. ഈ ശരീരങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ വിശുദ്ധ സാന്നിധ്യത്തിൻ്റെ മുദ്ര പതിച്ചു. അതാണ് വിശുദ്ധ മൂറോൻ കൊണ്ട് നമ്മൾ മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ വിശുദ്ധ മൂറോൻ കൊണ്ട് മുദ്ര ചെയ്യപ്പെട്ട ഈ ശരീരത്തിൽ എന്ത് ചെയ്യരുത്? നാം മറ്റ് തരത്തിലുള്ള കാര്യങ്ങളൊന്നും എടുത്തുകൊണ്ട് ചാർത്തരുത്. നിയമാവർത്തന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നൽകിയിരിക്കുന്ന മറ്റൊരു പ്രധാന വെളിപ്പെടുത്തലാണ് നിയമാവർത്തനം 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്.
നിയമാവർത്തനം 7-ാം അധ്യായം 25-26 വാക്യങ്ങൾ. നിയമാവർത്തന പുസ്തകം 7-ാം അധ്യായം 25-26 വാക്യങ്ങൾ. നിങ്ങൾക്ക് ഒരു കെണിയാകാതിരിക്കാൻ, അണ്ടർലൈൻ ചെയ്തേ, അവയിലുള്ള വെള്ളിയോ സ്വർണമോ മോഹിക്കുകയോ എടുക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിന് ഇത് നിന്ദ്യമാണ്. ഇത് പള്ളി കോമ്പൗണ്ടിലേക്ക് കൊണ്ടുവരരുത്, ഇത് ഭവനത്തിലേക്ക് കൊണ്ടുവരരുത്. നിങ്ങളും ശാപഗ്രസ്തരാകാതിരിക്കാൻ നിന്ദ്യമായ ഒരു വസ്തുവും വീട്ടിലേക്ക് കൊണ്ടുവരരുത്. അതിന് നിശേഷം ഉപേക്ഷിക്കണം. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിഷ്ഠ പുലർത്തണം എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം ദൈവമക്കൾക്ക് കൊടുക്കുന്ന പ്രബോധനം. ഇടം വലം വ്യതിചലിക്കരുത്. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു വചനഭാഗം ഞാൻ വായിച്ചത്. ആ വചനഭാഗം ഇങ്ങനെയാണ് പറയണത്: ഇസ്രായേൽ രാജാക്കന്മാർക്ക് ദൈവം കൽപ്പന കൊടുക്കുകയാണ്. എന്താ കൽപ്പന കൊടുത്തത്? ഇസ്രായേൽ രാജാക്കന്മാർ കൊടുത്ത കൽപ്പന ഇതാണ്: ദൈവത്തിൻ്റെ ജനത്തിൻ്റെ രാജാക്കന്മാർ കുതിരപ്പട്ടാളം ഉണ്ടാക്കണ്ട. ഇസ്രായേൽ കുതിരപ്പട്ടാളം വേണ്ട എന്ന് കൽപ്പന കൊടുത്തിരിക്കുക. എന്താ കൽപ്പന കൊടുക്കാൻ കാരണം? കുതിരപ്പട്ടാളം ഉണ്ടാകണമെങ്കിൽ കുതിരേനെ മേടിക്കണം. കുതിരേനെ മേടിക്കണമെങ്കിൽ ഇവർ ഈജിപ്തിലേക്ക് തിരിച്ചു പോകും. ഈജിപ്തിലേക്ക് തിരിച്ചു പോയാൽ അവിടെയുള്ള ഉത്സവങ്ങളും അവിടെയുള്ള കാര്യങ്ങളും ഇവർ കണ്ട് ഇവരുടെ ഹൃദയം അന്യദൈവ ആരാധനയിലേക്ക് ആകൃഷ്ടമാകും. അങ്ങനെ ഒരു സാധ്യത പോലും ഉണ്ടാകാതിരിക്കാൻ, ആ സാധ്യതയെ പോലും അടച്ചുകൊണ്ട് ദൈവം കൽപ്പന ദൈവത്തിൻ്റെ ജനത്തിന് കൊടുത്തു. എന്താ? കുതിരപ്പട്ടാളത്തെ ഇസ്രായേൽ ജനത്തിന് വേണ്ട. നിയമാവർത്തന പുസ്തകത്തിൽ നമുക്കത് വായിക്കാൻ സാധിക്കും. ഒന്ന് ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിയമാവർത്തന പുസ്തകം 17-ാം അധ്യായം അതിൽ 16-ാം തിരുലിഖിതം. നിയമാവർത്തനം 17-16. രാജാവ് കുതിരകളുടെ എണ്ണം വർദ്ധിപ്പിക്കരുത്. എന്തിനാ കുതിരകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക? കുതിരപ്പട്ടാളം ഉണ്ടെങ്കിലാണ് കുതിരയുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടത്. അങ്ങനെ കുതിരപ്പട്ടാളം ഉണ്ടാക്കരുത്. കുതിരകളോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അധികം ചെയ്യണ്ട. എന്താ? അങ്ങനെ ചെയ്താൽ ജനം ഈജിപ്തിലേക്ക് പോകാൻ ഇടവരും. ഈജിപ്തിലേക്ക് പോകുമ്പോൾ അവർ പണ്ട് ഉപേക്ഷിച്ച് കളഞ്ഞ ഉത്സവങ്ങളും അവർ ഉപേക്ഷിച്ച് കളഞ്ഞ ജീവിത രീതികളെല്ലാം മനസ്സിലാക്കിയത് അതിലേക്ക് വീണ്ടും ഹൃദയം ആകർഷിക്കപ്പെടും, ആകൃഷ്ടമാകും. ഇനി ഒരിക്കലും ആ വഴിയെ തിരികെ പോകരുതെന്ന് കർത്താവ് നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ദൈവം അത്രയും ജാഗ്രതയോടെ ദൈവത്തിൻ്റെ ജനത്തെ കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ വളരെ ലാഘവ ബുദ്ധിയോടെ കൈകാര്യം ചെയ്യുന്നു. നാം തന്നെ നമ്മുടെ തകർച്ചയ്ക്ക് വാതിൽ തുറന്നിടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ദൈവത്തിൻ്റെ സാമീപ്യം, ദൈവത്തിൻ്റെ വളരെ പ്രകടമായ വിധം അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നാം ഈ കാര്യങ്ങളിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം. എഫേസോസ് ലേഖനം 5-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യം, എഫേസോസ് ലേഖനം 5:5 വ്യക്തമായി പഠിപ്പിക്കുകയാണ്: വിഗ്രഹാരാധകന് ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 17-ാം തിരുലിഖിതം, 2 കൊറിന്തോസ് 6-ാം അധ്യായത്തിൽ 17-ാം തിരുലിഖിതം. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? കർത്താവ് വ്യക്തമായിട്ട് അരുളി ചെയ്യുകയാണ്: നിനക്ക് നല്ല ഒരു ചേഞ്ച്, നല്ലൊരു അഭിവൃദ്ധി, നല്ലൊരു അനുഗ്രഹം, നിനക്ക് കർത്താവിൻ്റെ ഒരു ഇടപെടൽ, നിൻ്റെ കർത്താവിൻ്റെ ശക്തി നിൻ്റെ കൺമുമ്പിൽ കാണാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. നിൻ്റെ ഇങ്ങനെയുള്ള എന്നുള്ള പറഞ്ഞ ആ ഒരു കുഴഞ്ഞ ജീവിത രീതി വിട്ട് നീ ലോകത്തോടൊരു വേർപാട് ആചരിക്കണം.
നീ ലോകത്തോടൊരു വേർപാട് ആചരിക്കണം. നീ ലോകത്തിൻ്റെ രീതികൾ വിട്ട് ഇറങ്ങുക, അവരിൽ നിന്ന് വേർപെടുക നിന്ന് നിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തൊടുകയും അരുത്. അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. ഇനി 18-ാമത്തെ വാക്യം, 17-18 പ്രധാനപ്പെട്ടതാണ്. 2 കൊരിന്തോസ് 6-ാം അധ്യായം 17-18 ഒരുമിച്ച് വെച്ചു. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. 16-ാമത്തെ വാക്യത്തിൽ പറയാണ്, ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് ബന്ധം, കർത്താവിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തം, കർത്താവിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് ബന്ധം. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവർ എൻ്റെ ജനമായിരിക്കും. ഈ ഒരു വലിയ ഉടമ്പടി ബന്ധം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകാൻ നാം ദൈവം കൽപ്പിച്ചിരിക്കുന്ന വചനങ്ങൾക്ക് നല്ല വില കൊടുക്കണം. ഇടം വലം വലിച്ചിരിക്കരുത്. എഴുന്നേറ്റുന്നേ, ഈ സമയം ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ദൈവവചനം കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തെ തിരുത്താൻ വേണ്ടി കൂടെയാണ്. നമ്മുടെ ജീവിതത്തെ തിരുത്തണം. നമുക്ക് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ലാഘവ ബുദ്ധിയുണ്ട്. ഈ ലാഘവ ബുദ്ധി നമ്മുടെ ജനത്തെ നശിപ്പിക്കും. അതുകൊണ്ട് നാം നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം, നല്ല ഗൗരവം കൊടുക്കണം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. കർത്താവേ, അങ്ങ് കൃപ തൂങ്ങണമേ, അങ്ങ് അഭിഷേകം ചൊരിയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിവേ ആരാധന, ആരാധന, ശിവേ ആരാധന, ആരാധന. ഓ കർത്താവേ, അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നൽകണമേ. ഓ കർത്താവേ, ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകണമേ. അവിടുന്ന് കൃപകൾ നൽകണമേ, അവിടുന്ന് ജ്ഞാനം നൽകണമേ, അവിടുന്ന് ഉണർവ് നൽകണമേ. ഇപ്പോൾ ഞങ്ങളുടെ സ്വന്തം തന്നിഷ്ട പ്രകൃതി അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. തന്നിഷ്ട പ്രകൃതി അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. തന്നിഷ്ട പ്രകൃതി അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, 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 യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. എല്ലാ കുടുംബങ്ങളുടെ മേലും കൃപ വർഷിക്കണമേ, കൃപ വർഷിക്കണമേ. ഈശോയെ കൃപ തൂകണമേ, ഈശോയെ കൃപ തൂകണമേ, ഈശോയെ കൃപ തൂകണമേ. 2 കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ വിളിച്ചപേക്ഷിക്കുന്നു. ഈശോ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 3-4 തിരുലിഖിതങ്ങൾ, ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്ന ഈ സുവിശേഷം ആർക്കെങ്കിലും നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. എന്തെന്നാൽ ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. സാത്താൻ നമ്മുടെ ആന്തരിക കണ്ണുകൾ അടച്ചു കളയും, ബുദ്ധി കെട്ടിക്കളയും. ഞാൻ അറിയേണ്ടത് അറിയാതെ പോകും, മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാതെ പോകും.
കർത്താവേ, ഞങ്ങളുടെ അനേകം പൂർവികര് അനേകം നൂറ്റാണ്ടുകൾ ജീവിച്ച ഈ നാട്ടില് കർത്താവേ, അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ മുൻകാലങ്ങളിൽ എന്നതുപോലെ ഈ കാലത്തിൽ കൃപ നൽകണമേ. അങ്ങയുടെ വചനത്തിന്റെ വഴികളെ അറിയാൻ, അങ്ങയുടെ വചനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ, ഗൗരവത്തിൽ അങ്ങയെക്കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കാൻ കൃപ നൽകണമേ. ഒരിക്കൽ കൂടെ 2 കരങ്ങൾ ഉയർത്തി ഈശോ കൃപ നൽകണമേ, കൃപ നൽകണമേ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോ. കർത്താവേ, മുൻകാലങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ അശ്രദ്ധയെ ഏറ്റുപറയാണ് കർത്താവേ. അറിഞ്ഞും അറിയാതെയും വചനം ലംഘിച്ച സാഹചര്യങ്ങളെല്ലാം ഏറ്റുപറയാണ് കർത്താവേ. അങ്ങയെ വേദനിപ്പിച്ച എല്ലാ ജീവിത രീതികളെ ഓർക്കുകയാണ് കർത്താവേ. അങ്ങയോട് മല്ലടിച്ച എല്ലാ അവസ്ഥകളും ഓർക്കുകയാണ് കർത്താവേ. കർത്താവേ, അങ്ങയോട് മല്ലടിച്ച് ഞങ്ങൾ നടന്ന വഴികളെല്ലാം ഇപ്പോൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയുണ്ടാകണമേ. അങ്ങ് ഈ രാത്രി കഴുകണമേ കർത്താവേ, കഴുകണമേ കർത്താവേ. ഹൃദയത്തിന്റെ എല്ലാ ദുർസ്വഭാവങ്ങളെയും ദുർവാശി കഴുകിക്കളയണമേ, ദുർവാശി കഴുകിക്കളയണമേ. ഒരിക്കൽ കൂടെ കൈകൾ ഉയർത്താം. കർത്താവ് നിർമ്മല ജലത്താൽ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് വർഷിക്കുന്ന മഞ്ഞുതുള്ളികളാൽ നമ്മുടെ ആത്മാവിനെ കഴുകട്ടെ, നമ്മുടെ ഹൃദയത്തെ കഴുകട്ടെ, അന്തരംഗങ്ങളെ കഴുകട്ടെ. ഒരിക്കൽ കൂടെ സ്തുതിക്കുന്നു. ഈശോയേ, ഈശോ Praise the Lord. Praise the Lord. Hallelujah. Hallelujah.